രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം? കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, നാഗഫണ തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമാ പൂതിരുകി. സുസ്മിതേ നീ വന്നു, ഞാൻ വിസ്മിത നേത്രനായി നിന്നു. ഏകഭാവം ഏതോ താളം, മൂകരാഗാലാപം. ഈ ധ്വനിവണിയിൽ, ഈ സ്വരഗതിയിൽ, ഈ വരിശകളിൽ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. മൃദുലേഹിത ഒരു ഭാവഗീതമിത, നിന്റെ മിഴിത്തൻ നീലിമയിൽ നിന്നു ഞാൻ പകർത്തി. മൃദുലേഹിത ഒരു ഭാവഗീതമിത. പ്രിയമുള്ളവളെ, പ്രിയമുള്ളവളെ, നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം. നമസ്കാരം. സംഗീത ലോകത്ത് നിരവധി സംഗീത കച്ചേരികളിലൂടെ, നിരവധി ഗാനമേളകളിലൂടെ മലയാളികളെ വിസ്മയം കൊണ്ട് നിറച്ച, മനോഹരമായ പാട്ടുകളുണ്ട് സംഗീത ലോകത്ത് വിസ്മയം തീർത്ത ഒരു ഗായകൻ നമുക്കുണ്ട്. ശ്രീ തേക്കടി രാജൻ. തേക്കടി രാജൻ മാഷാണ് നമ്മുടെ അതിഥി. നമസ്കാരം രാജേട്ടാ. നമസ്കാരം. വളരെയധികം കാലമായി ഗാനമേളകളിലും സംഗീത കച്ചേരികളിലും ഒക്കെ സജീവമാണ്. എങ്ങനെയാണ് സംഗീത വിഭാഗത്തിലേക്ക് തങ്ങളുടെ തുടക്കം? എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും. പക്ഷേ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുതൽ പത്തനംതിട്ടയിലാണ് പഠിച്ചതും. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് സംഗീത കോളേജിൽ വരുന്നത്. അപ്പം സ്കൂൾ വിദ്യാഭ്യാസം മുതലേ സംഗീതത്തിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജന്മനാലെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് ഞങ്ങളുടെ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം അന്ന് സ്കൂൾ കലോത്സവത്തിനൊക്കെ പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പത്തനംതിട്ട കാതലിക്കറ്റ് സ്കൂളിലും കാതലിക്കറ്റ് കോളേജിലുമായിരുന്നു. അങ്ങനെ അവിടെ പഠിക്കാൻ പോയപ്പോൾ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അവർ മൊത്തം ഭാഗവതരന്മാരായിരുന്നു. പത്തനംതിട്ട രാജൻ എന്ന് പറയുന്ന ഈ ഇടയ്ക്ക് നമ്മൾ വിട്ടുപിരിഞ്ഞാണ്. പുള്ളി പഴയ മ്യൂസിക് ഡയറക്ടറും സംഗീത വിദ്വാനുമായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് കൂടുതൽ സംഗീതം നമുക്ക് പാടാനുള്ള ഒരു വ്യത്യസ്ത രീതിയിൽ പാടാനുള്ള ഒരു ഇത് കിട്ടിയത്. ബാക്കി ഞാൻ സ്വയമേ പാടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് 81, 83 കേരള യൂണിവേഴ്സിറ്റിയുടെ സൗത്ത് സോൺ കലോത്സവത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും അത് പത്രത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. അതിനുശേഷമാണ് 83 ഇവിടെ സംഗീത കോളേജിൽ, സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ വന്ന് ചേർന്ന് 1990 ഗാനപ്രവീണ കഴിഞ്ഞു. അതിനുശേഷം തിരുവനന്തപുരത്ത് തന്നെ സ്ഥിര താമസവും സംഗീത ലോകം കൊണ്ട് മാത്രം കഴിഞ്ഞു പോവാണ്. പ്രോഗ്രാം, കച്ചേരിയും ഗാനമേളകളും ഒരുപോലെ ഞാൻ അവതരിപ്പിക്കാറുണ്ട്. കഴിഞ്ഞൊരു 40 വർഷമായിട്ട് ഈ ഫീൽഡിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംഗീതത്തെ ഇത്രത്തോളം സ്നേഹിക്കുന്ന രാജേട്ടൻ ആദ്യമായിട്ട് ഗാനമേളയിൽ പാടിയ പാട്ട് ഏതാണ്? ആദ്യമായി പാടിയ പാട്ട് നദി എന്ന സിനിമയിൽ പ്രേം നസീർ അദ്ദേഹം അഭിനയിച്ച 1000 പാദസരങ്ങൾ കിലുങ്ങി എന്നുള്ള പാട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ 6ലോ 7ലോ കൊണ്ട് പഠിക്കുന്ന സമയത്ത് ഈ പാട്ട് പാടിയിരിക്കുന്നു. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയുമൊഴുകി, ആരും കാണാതെയോളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി.
മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയുമൊഴുകി. രാജേട്ടന്റെ മെലഡി കേൾക്കാൻ വല്ലാത്തൊരു സുഖം. ഈ പറഞ്ഞ പോലെ ദാസേട്ടൻ പാടി ഫലിപ്പിച്ച പാട്ട് രാജേട്ടനോട് കേൾക്കുമ്പോൾ എവിടെയൊക്കെയോ ദാസേട്ടന്റെ സ്വരമാധുര്യത്തിന്റെ ഒരു എന്താ പറയാ ഒരു നേർമ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദാസേട്ടനാണോ ശരിക്കും പറഞ്ഞാൽ ഇഷ്ട ഗായകൻ? തീർച്ചയായും, അതിനപ്പുറത്തൊരു ഗായകൻ ഇല്ലല്ലോ. വേൾഡിലെ ഏറ്റവും വലിയ ഗായകൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ ദാസേട്ടൻ, അതിനപ്പുറത്തൊരു ഗായകനില്ല. അത്രത്തോളം ദാസേട്ടനെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നതിന്റെ അല്ല, അത് പുള്ളി നമ്മൾ സ്നേഹിക്കുന്നല്ല, അദ്ദേഹത്തിന് നമ്മൾ സ്നേഹിക്കേണ്ട കാര്യമില്ല. വലിയ ആളാണ്. കാരണം പുള്ളി പാടിയ പാട്ടുകൾ, ഇനി അദ്ദേഹം പാടിയ ഒരു പാട്ട് വേറെ ഇവിടെ ആർക്കും പാടാൻ നടക്കത്തില്ല. വെറുതെ ശ്രമിക്കാവുന്നുള്ളൂ. നമ്മൾ ഈ അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ച് യേശുദാസിനെ പാടുന്ന ആ ഒരു രീതിയിൽ ഉള്ള ആളല്ലേ. പക്ഷെ നമ്മുടെ വോയിസിന് വോയിസ് ഉള്ളതുകൊണ്ട് ചിലപ്പോ എവിടെയെങ്കിലും മാച്ചിങ് ആയിട്ട് ആരെങ്കിലും പറഞ്ഞാലും ഞാൻ മിണ്ടാതെ നിൽക്കത്തുള്ളൂ. കാരണം ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അത് അദ്ദേഹം വലിയൊരു പ്രതിഭാശാലിയാണ്. അത് ഹയസ്റ്റ് നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ അദ്ദേഹത്തെ അനുകരിക്കുന്നില്ല, പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ അത് അനുകരണമാണല്ലോ ഒരു പരിധി വരെ വരുമ്പോ. കാരണം അദ്ദേഹം പാടിയ പാട്ട് അതുപോലെ പാടാൻ ശ്രമിക്കുമ്പോൾ ഒരു അനുകരണം തന്നെയാണ്. പക്ഷെ ആ സ്റ്റൈലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ല, അത് രാജേട്ടന്റെ എളിമയാണ്. അങ്ങനെ പറയാം. അങ്ങനെ അത് അതിനകത്ത് എളിമയുടെ മാത്രമല്ല, അതാണ് അതിന്റെ ശരി. ഒരിക്കലും ഞാൻ ദാസേട്ടനെ പോലെ പാടുന്ന യേശുദാസാണ് എന്ന് വെച്ചാൽ അങ്ങനെ പറ്റില്ല. പക്ഷെ അദ്ദേഹം സാധനം അതുപോലെ നമ്മൾ പാടാൻ ശ്രമിക്കുന്നു. ദാസേട്ടന് തുല്യ ദാസേട്ടൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, നടക്കില്ല. അങ്ങനെ ഒരു പ്രതിഭാശാലി ഇനി ജനിക്കുമെന്ന് പോലും സംശയം. ദാസേട്ടന്റെ ഏറ്റവും അധികം സ്വാധീനിച്ച പാട്ട് ഏതാ? ദാസേട്ടൻ പാടിയ 100 കണക്കിന് അല്ലെങ്കിൽ 1000 പാട്ടുകളുണ്ട്. അതിൽ തേക്കടി രാജൻ മാസ്റ്റർ സ്വാധീനിച്ച പാട്ട്, ഏറ്റവും അധികം സ്വാധീനിച്ച പാട്ട്? പറഞ്ഞു കഴിയുമ്പോൾ 100 കണക്കിന് പാട്ടുകളുണ്ട്. എങ്കിലും എന്നാലും നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു പാട്ടെന്നുള്ള എന്നെ സംബന്ധിച്ച് ഒന്ന് നമുക്ക് പുള്ളി ഒരു സാധാരണ സിമ്പിൾ പാട്ട് പാടിയാൽ അത് വളരെ ഗംഭീരമായിരിക്കും. ഓക്കെ. ഇപ്പം അതിനൊരു ഉദാഹരണം, കൈതപ്പുറത്തിന്റെ തിരുമേനിയുടെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ ദിവസം മാവേലിക്കര വെച്ചുണ്ടായിരുന്നു. പക്ഷെ അന്ന് പ്രമദവനവും സായന്തനവും കളിവീട് ഉറങ്ങിയതിലെല്ലാം നമ്മൾ പാടി, എല്ലാം ദാസേട്ടൻ പാടി. പക്ഷെ നിസ്സാരമായിട്ടൊരു പുള്ളി ഒരു പാട്ട് പാടി, അദ്ദേഹം എഴുതി വെച്ചതും ആ സ്റ്റൈലിലാണ്. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം, ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം, അമ്മ കിളിയുടെ മടിയിലിരുന്നും പ്രായം, അരയാലിലയാൽ നാമം ചൊല്ലും പ്രായം. കണ്ടോ, എന്ത് സിമ്പിൾ ആയിട്ടുള്ള നല്ല വരികളാണ്. അത് എങ്ങനെ ഈ പാടി വെച്ചിരിക്കും, സിമ്പിൾ ആയിട്ടാണ്. അതേ ക്ലാസിക്കൽ പാടുന്ന സെമി ക്ലാസിക്കൽ പാടുമ്പോൾ വേറെ സ്റ്റൈലാണ്. അതുപോലെ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ ബേസ് വോയിസ് വരുന്ന പാട്ടുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. കാരണം അത് സാധാരണക്കാർ അങ്ങനെ അധികം പാടിയാൽ അത് ശോഭിക്കത്തില്ല. അതുകൊണ്ടായിരിക്കും ആരും പാടാത്തെന്ന് വിചാരിക്കും. ഉദാഹരണം, ഒറ്റക്കമ്പിനാദം മാത്രം മോളും വീണാഗാനം ഞാൻ, ഒറ്റക്കമ്പിനാദം മാത്രം മോളും വീണാഗാനം ഞാൻ, ഏകഭാവം ഏതോ താളം മൂകരാഗാലാപം, ഈ ധ്വനിവണിയിൽ ഈ സ്വരരതിയിൽ ഈ വരിശകളിൽ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. അതുപോലെ വികാര നൗകയുമാ തിരമാലകളാടി ഉലഞ്ഞു, കണ്ണീരു കലർന്നൊരു മണലിൽ വേളി പുടവ വിരിഞ്ഞു, രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം,
പിൻവിളിയാണോ. ഇങ്ങനെയുള്ള ഗാനങ്ങൾ നമ്മൾ വളരെ ഇഷ്ടമാണ്. ഈ അദ്ദേഹം പാടിയ എല്ലാ പാട്ടുകളും, ഓരോ ഗാനങ്ങളും ഇപ്പോൾ ഇപ്പം അതുപോലെ ഈ അർജുന മാഷ ഒരു പാട്ടുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ഞാൻ എല്ലായിടത്തും പാടാറുള്ളത്. ചെമ്പകത്തൈകൾ പൂത്തമാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാറൊരുങ്ങി അമ്പിളി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി ചുംബനം കൊള്ളാനൊരുങ്ങി ചെമ്പകത്തൈകൾ പൂത്തമാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി. കാത്തിരുന്ന നിമിഷത്തിലെ കാത്തിരുന്ന നിമിഷത്തിൽ അത് കമലഹാസൻ അഭിനയിച്ച അത് ഒരിക്കലും അർജുന മാസ്റ്ററെ മ്യൂസിക് ആണ് തോന്നുന്നില്ല, വെറൈറ്റി ആയിട്ട് അദ്ദേഹം ചെയ്തു, മനോഹരമായിട്ട്. അതുകൊണ്ട് ഒരു ഗാനവും നമുക്ക് ദാസേട്ടൻ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ മുന്നിൽ നമുക്ക് ഒന്നും പറയാൻ പ്രവചനങ്ങൾക്ക് അതീതമായ ശബ്ദം. നമ്മളത് അങ്ങനെ ഹൃദ്യമായിട്ട് പാടാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. രാജമാഷിന്റെ സംഗീതത്തെ വൈഫും കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം വൈഫ് ഞങ്ങളെ സ്നേഹ വിവാഹമായിരുന്നു. ലവ് മാരേജ്. പത്തനംതിട്ട സ്വദേശിയാണ് വൈഫ്. 1992 ഞങ്ങളുടെ മാരേജ് നടന്നത്. പഠിച്ചിരുന്ന സമയത്ത് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒന്നിച്ച് പഠിച്ചിരുന്നു. അങ്ങനെയുള്ള അന്നൊന്നും ഇഷ്ടമല്ല, പിന്നീട് പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുള്ളിക്കാരി സ്റ്റാഫ് നേഴ്സായിട്ട് അന്ന് അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു, വീണ്ടും അങ്ങനെ ഇഷ്ടപ്പെട്ടു. ചേട്ടന്റെ പാട്ടിനോടുള്ള ഇഷ്ടമാണ്. പുള്ളിക്കാരി ഏറ്റവും കൂടുതൽ ആകർഷിച്ച പാട്ടുണ്ട്, അത് ഞാൻ മിക്കവാറും സ്ഥലത്ത് പാടാറുണ്ട്. അത് കേട്ടാൽ സന്തോഷമായിരിക്കും. അത് പുള്ളിക്കാരിയെ സ്മരിച്ചുകൊണ്ട് എപ്പോഴും ഞാനത് പാടാറുണ്ട്. ഒന്ന് ഈ സായന്തനം എന്ന് പറയുന്ന ഗാനമുണ്ട്, അത് പിന്നീട് പിൽക്കാലത്ത് വന്നതാണ്. പക്ഷെ പുള്ളിക്കാരെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആകർഷിച്ചുള്ള ഗാനം സോമശേഖര സാറിന്റെ ജാതകം എന്നുള്ള സിനിമ, പുളിയിലെ കരയോലും, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുളിയിലെ കരയോലും പുടവ ചുറ്റി കുളിർ ചന്ദനത്തോടു കുറിച്ചാത്തി നാഗപണ തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമാ പൂതിരുവി സുസ്മിതേ നീ വന്നു ഞാൻ വിസ്മിത നേത്രനായി നിന്നു പുളിയില കരയോലും പുടവ ചുറ്റി കുളിർ ചന്ദനത്തോടു കുറിച്ചാത്തി. അങ്ങ് അകലെ നിന്ന് വൈഫ് കേൾക്കുന്നതായിരിക്കാം. തീർച്ചയായിട്ടും. വൈഫ് 2018 ഒരു ആക്സിഡന്റിൽ നമ്മളെ വിട്ടുപോയി. ഇപ്പം ഈ ഫെബ്രുവരി ആകുമ്പോൾ 6 വർഷം തികയാണ്. 2 പെൺകുട്ടികളാണ്. മൂത്ത ആള് മാരേജ് കഴിഞ്ഞു, രാജീവ് ബയോടെക്നോളജി ജോലി ചെയ്യുന്നു. ഇളയാള് ഡിഗ്രി കഴിഞ്ഞിട്ട് സ്റ്റാഫ് സെലക്ഷന്റെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കും. എത്രയും പെട്ടെന്ന് ജോലി ഇട്ടട്ടെ. നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം സഹായിക്കട്ടെ. രാജേട്ടന് പിന്നെ മറ്റു ഗായകർ സ്വാധീനിച്ച എം.ജി. ശ്രീകുമാർ ആയിരുന്നാലും വേണുഗോപാലം, മറ്റു ഗായകർ പാട്ടുകൾ? എനിക്ക് അങ്ങനെ അവരെല്ലാം വലിയ മിടുക്കരായിട്ടുള്ള ഗായകരൊക്കെ തന്നെ, അത് അവരവരുടെ സ്റ്റൈൽ പാടുന്നു. ശ്രീകുമാർ ചേട്ടൻ നല്ല പുള്ളിയുടെ സ്റ്റൈൽ പാടിയ ഒരു സ്റ്റൈലാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും മെച്ചപ്പെട്ടത്. വേണുഗോപാൽ ആണെങ്കിലും അതൊക്കെ തന്നെ. പക്ഷെ അന്ന് ദാസേട്ടൻ പാടുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുണ്ടായിരുന്ന ജയചന്ദ്രൻ, അതെ അതെ, പാവഗായകനെ കൊണ്ട്, പുള്ളി പാവഗായകനോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹം നല്ല ഗാനങ്ങൾ ആലപിച്ച് വെച്ചിട്ടുണ്ട്. അതില് പുള്ളിയുടെ ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകളും ഞാൻ സ്റ്റേജിൽ പാടാറുണ്ട്. അത് കഴിഞ്ഞ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഗായകൻ ബ്രഹ്മാനന്ദനാണ്. ബ്രഹ്മാനന്ദൻ പാടിയ അസാധ്യ ഗാനങ്ങളുണ്ട്, അത് ഞാൻ പാടാറുണ്ട്. ജയചന്ദ്രൻ മാസ്റ്ററെ പാടുന്നത് ഏറ്റവും കൂടുതൽ ഉപാസന. ഉപാസന ഉപാസന ഇത് ധന്യമാമൊരുപാസന. ഉപാസന ഉപാസന ഇത് ധന്യമാമൊരുപാസന. ഉണരട്ടെ ഉഷസു പോലുണരട്ടെ ഒരു യുഗചേതന ഉണരട്ടെ
ഉപാസന 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 ഇത് ധന്യമാമൊരു ഉപാസന. ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള അദ്ദേഹം പാടി. അതുപോലെ മൃദുലേഹിത ഒരു ഭാവഗീതമിത നിന്റെ മിഴിത്തൻ നീലിമയിൽ നിന്നു ഞാൻ പകർത്തി. മൃദുലേഹിത ഒരു ഭാവഗീതമിത. ഈ രണ്ട് ഗാനം എന്നെ അദ്ദേഹം പാടിയിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ ബ്രഹ്മാനന്ദ മാഷിനെ പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ. സംഗീത കച്ചേരികളിൽ ഏറ്റവും നന്നായിട്ട് പാടുന്ന സംഗീത കച്ചേരിയിൽ പാടുന്നത് ഞങ്ങൾ ഗുരുക്കന്മാരുടെ സംഗീത കോളേജിൽ എല്ലാവരും ഗുരുക്കന്മാരാണ്. പക്ഷെ ഞാൻ എസ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് യശശേരി തന്നെ നമ്മുടെ മാവേലിക്കര പ്രഭാകരവർമ്മ സാറിൻ്റെ അടുത്ത് പഠിച്ചിരുന്നു. കൂടുതലും കച്ചേരിക്ക് അക്കമ്പനി ചെയ്ത് പോയത് ഗുരുവായിട്ട് ഞാൻ പറയുന്നത് പത്മശ്രീ നെയ്യാറ്റിങ്കര വാസവ സാറാണ്. അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ടാണ് എപ്പോഴും കച്ചേരികൾക്ക് പോകാറുള്ളത്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഒത്തിരി നാള് അക്കമ്പനി ആയിട്ട് പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കച്ചേരിയുടെ കുറച്ച് പിന്നെന്താ, അദ്ദേഹത്തിന്റെ ഒരു കീർത്തനം എപ്പോഴും ഞാൻ പോകുമ്പോൾ എല്ലായിടത്തും കച്ചേരിക്ക് പോകാൻ പാടാറുണ്ട്. ശ്രീരാഗത്തില് ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം എന്നുള്ളത്. ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രതേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രതേ ശ്രീ സാരസപതേ രസപദേ സപദേ പദേ പദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രതേ ശ്രീ സാരസപദേ രസപദേ സപദേ പദേ പദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം. ഇത്രയേറെ മനോഹരമായി പാടാൻ കഴിയുന്ന കച്ചേരികൾ അവതരിപ്പിക്കാൻ കഴിയുന്ന രാജമാഷിന് സിനിമകളിലൊന്നും അവസരം ലഭ്യമായില്ലെന്ന് വന്നില്ല. അതൊക്കെ ഒരു പ്രത്യേക ലോകങ്ങളാണ്. ആരും സഹായിച്ചിട്ടില്ല, ഇപ്പോഴും സഹായിക്കുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ആഗ്രഹം. പക്ഷെ ഇപ്പൊ സിനിമയിൽ പാടുന്നതിനോട് വലിയ ആഗ്രഹമില്ല. എന്താന്ന് പറഞ്ഞാൽ പാട്ട് അത്ര ശരി, മറ്റൊരു ലോകം വേറെ പറയാവുന്നേ ഉള്ളൂ. പിന്നണി ഗായകൻ എന്നൊക്കെ പറയാവുന്നുള്ള അല്ലാതെ എന്റെ ഇപ്പോഴത്തെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പാടുക, വൃത്തിയായിട്ട് എവിടെയെങ്കിലും ചെന്ന് പാടുക. അപ്പൊ പിന്നണി ഗായകർ എന്ന് പറഞ്ഞൊരു കാര്യമൊന്നും, നല്ലതായിട്ട് പാടാൻ ശ്രമിക്കും. പിന്നണി ഗായകർ പാടുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കണ്ട. അവരെല്ലാം പ്രശസ്തരാണ്, റേറ്റ് കൂടി ചോദിക്കും, റേറ്റിംഗ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ പോയി പ്രസന്റ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ചെയ്യും. രാജൻ മാഷ് പക്ഷേ വേറൊരു കാര്യം ഞാൻ ചിന്തിച്ചത്, അനേക ശിഷ്യഗണങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സാറ്. എൻ്റെ ഒരു സാറുണ്ട് കൃഷ്ണകുമാർ സാർ, സിംഫണിയുടെ കൃഷ്ണകുമാർ സാറിന്റെയും ഗുരുവാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആരോടും ഞാൻ ഇന്നാരെ പഠിപ്പിച്ചെന്ന് ഇതൊന്നും പറഞ്ഞു നടക്കാറില്ല. അവര് പറയും, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് തേക്കടി രാജൻ മാഷാണ് എന്റെ സംഗീതം. ഞാൻ അങ്ങനെ പറയത്തില്ല ഇപ്പൊ സാറിനെ പഠിപ്പിച്ചെന്ന്, അല്ലെങ്കിൽ അതിൽ വലിയ ആളുകളെ പഠിപ്പിച്ചെന്ന്. ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട്, വലിയ വലിയ ആളുകൾ, പേരൊന്നും പറയുന്നില്ല. അത് അവര് പറയും മാഷ് പഠിപ്പിച്ച അതാ നല്ലത്. അല്ലെ ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് സിനിമയ്ക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി സത്യത്തിൽ നേരത്തെ ശ്രമിച്ചിരുന്നെങ്കിൽ നടന്നേനെ. പക്ഷെ എന്തോ നമുക്ക് ഭാഗ്യം തന്നെ, നമ്മളെ തലയിലെഴുത്തെന്ന് പറയില്ല. അതായിരിക്കും. ഇനി പാടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ ജീവിതത്തിൽ പൂർണ്ണമായ സംതൃപ്തനാണോ?
സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഈ കുടുംബപരമായിട്ട് വൈഫ് പോയതിന്റെ ആ ഒരു വിഷമം അത് ഒരിക്കലും നമ്മൾ വിട്ടുമാതില്ല. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനുശേഷമാണ് കൂടുതൽ ഈ മ്യൂസിക്കിനകത്തോട്ട് ഇപ്പൊ ഫുൾ ടൈം. കാരണം എന്താന്ന് പറഞ്ഞാൽ ആ ദുഃഖം അതേ മറക്കാൻ. ഉള്ളൂ ഒരു അതെ. വഴി, വേറെ ആശ്വാസം. വഴിയൊന്നുമില്ല. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഗവൺമെന്റ് ജോബ് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഈ സംഗീതത്തിൽ കൂടി ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ വിഷമതകൾ മാറും. നല്ലതായിട്ട് പാടാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. ഉം. അതെനിക്ക് വിശ്വാസമുണ്ട്. എന്തായാലും ഈ പുതുവർഷത്തിൽ രാജമാഷിന് ഇനിയും ഏറെ നല്ല ഗാനങ്ങൾ പാടുവാൻ എനിക്ക് തോന്നുന്നു ഓരോന്നിനും ഓരോ സമയമുണ്ട്. നല്ല സിനിമകളിലേക്ക് അവസരം ലഭ്യമാകും എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഇത്തരത്തിലൊരു ഗായകനെ മലയാള സിനിമാ ലോകം എന്താ അത് വായിച്ചെടുക്കേണ്ടതാണ്. കാരണം ദാസേട്ടന്റെ സ്വരമാധുര്യത്തിന്റെ എവിടെയൊക്കെയോ ഉണ്ടെങ്കിലും സ്വന്തമായൊരു സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഗാനങ്ങൾ ആലപിക്കാൻ ഗാനങ്ങൾ കിട്ടിയാൽ എന്നാലും സുന്ദരമായിട്ട് അത് പാടിയെടുക്കാനായിട്ട് ശ്രമിക്കും ഞാൻ. കഴിയും. അപ്പോൾ എന്തായാലും രാജമാഷിന് ഈ പുതിയ വർഷം പുതിയ പ്രതീക്ഷകൾ നൽകുന്ന സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ, നല്ല ചിത്രങ്ങളിൽ പാടാൻ അവസരം ഉണ്ടാകട്ടെ, നല്ല ഗാനമേളകളിലും സംഗീത കച്ചേരികളിലും ഗാനങ്ങൾ പാടി അനേകരെ സംഗീത ലോകത്തിൽ ഒരു വിസ്മയം സൃഷ്ടിക്കുവാൻ രാജനെ ദൈവം സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം.